ഹായ് ഫ്രണ്ട്സ്, പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മാഷാണെങ്കിൽ കമലത്തിൻ്റെ അടുത്ത് പറയുകയാണ്, കാപ്പ ചുമത്തിയ കേസാണ്, നിൻ്റെ മോന് ആരാണ് വാദിക്കാൻ പോകുന്നത്, അവനൊരിക്കലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുകയില്ല, അത്രയ്ക്ക് വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മാഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ വിക്രം വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വരികയാണ്. വന്നപ്പോൾ അമ്മ ഓടിപ്പോയി, കമലം ഓടിപ്പോയി, മോനെ നീ എങ്ങനെയാണ് വന്നത്, നിനക്ക് വേണ്ടി ആരാണ് മോനെ വാദിച്ചതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ വിക്രം പറയുകയാണ്, എനിക്ക് വേണ്ടി വേദയാണ് വന്നത്, വേദ വക്കീലിനെ കൊണ്ടുവന്നു ബാധിച്ചു അമ്മേ, അങ്ങനെ എന്നെ കോടതിയിൽ നിന്ന് വിട്ടയച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ ബാക്കിലേക്ക് വിക്രം തിരിഞ്ഞു നോക്കുമ്പോൾ വേദ വരുന്നതാണ് കാണിക്കുന്നത്. വിക്രത്തെ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം വേദ അകത്തേക്ക് കയറി വരികയാണ്. വേദയെ കാണും. അപ്പോൾ കമലമ്പി മോളെ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് അകത്തേക്ക് കയറ്റി കൊണ്ടുവരാൻ നോക്കുമ്പോൾ മാഷ് ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, നിൽക്കിവിടെ, ഇവനെ അകത്ത് കയറ്റാൻ പറ്റത്തില്ല, ഇവൻ അത്രയ്ക്ക് മോശമായ ഒരു മനുഷ്യനാണ്, നമുക്കിവന് എന്നും നാണക്കേടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ, ഇവനെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല. അങ്ങനെ ഓരോന്നും വിക്രത്തെ പറ്റി മാഷ് പറയുന്നു. അപ്പോൾ ഇത് കേൾക്കുന്ന വേദ പറയുന്നു, ഒരു മോൻ ചീത്ത ആയെന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ, ഇത്ര കുട്ടികളെ പഠിപ്പിച്ച മാഷല്ലേ, മാഷ് ഇങ്ങനെ പറയാമോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. എന്തിരുന്നാലും ഇവന് ഇവിടത്തേക്ക് പറ്റില്ല, അത്രയ്ക്ക് മോശമാണ് എന്നൊക്കെ മാഷ് പറയുമ്പോൾ വേദ പറയുകയാണ്, ആര് തള്ളിക്കളഞ്ഞാലും എനിക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല, ഇവൻ എൻ്റെ ഭർത്താവാണ്, എനിക്ക് അംഗീകരിച്ചേ പറ്റുള്ളൂ ഭർത്താവ് എന്നുള്ള രീതിയിൽ എന്നിങ്ങനെ വേദ പറയുമ്പോൾ മാഷ് പറയണം, അല്ലെങ്കിൽ നിന്നെ തന്നെ ഇവിടെ ആരാണ് അംഗീകരിച്ചിട്ടുള്ളത്, നിന്നെ ഇവിടെ ആരും അംഗീകരിച്ചിട്ടില്ലല്ലോ എന്ന് പറയും. ഇത് കഴിയുമ്പോൾ നിന്നെ ഇവിടെ ആരും അംഗീകരിക്കാൻ പോകുന്നില്ല, ഇന്നലെ വരെ നീ എങ്ങനെയാണോ നീ വീട്ടിൽ ജീവിച്ചിരുന്നത് അതുപോലെ തന്നെ ഇനിയും നിൻ്റെ ഈ വീട്ടിലുള്ള സ്ഥാനം മരുമകൾ എന്നുള്ള സ്ഥാനം പിടിച്ചു പറ്റാമെന്ന് വിചാരിക്കുകയും വേണ്ട, ഇവിടെ നിനക്ക് മരുമകൾ എന്നുള്ള സ്ഥാനം ഞങ്ങൾ തരികയില്ല എന്ന് പറഞ്ഞു. ഇതിൻ്റെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ വിക്രത്തിന് ദേഷ്യമാണ് സംഭവിക്കുന്നത്. പക്ഷേ വിക്രം അച്ഛൻ പറയുന്ന വാക്കുകളെല്ലാം കേട്ട് തലകൊമ്പിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അപ്പോൾ കനകവും വേദയും എല്ലാവരും അകത്തേക്ക് കയറി പോവുകയാണ്. വിക്രം മാത്രം എന്തോ ആലോചിച്ചുകൊണ്ട് പുറത്ത് നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് വിക്രം വണ്ടിയും എടുത്ത് പോവുകയാണ്. പോകുമ്പോൾ രാധയുടെ ഓട്ടോ വട്ടം ചാടുകയാണ്. അപ്പോൾ രാധയോട് ചോദിക്കുകയാണ്, എന്താടി നീ എന്നെ കൊല്ലാൻ നോക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ രാധ പറയും, അതേ ഞാൻ നിന്നെ കൊല്ലാൻ തന്നെ നോക്കുകയാണ് നിനക്ക്. അപ്പോൾ വിക്രം ചോദിക്കുകയാണ്, നിനക്ക് എന്താടി പറ്റിയെന്ന് ചോദിക്കുമ്പോൾ രാധ പറയണേ, എനിക്ക് സ്വന്തമെന്ന് ഞാൻ വിചാരിച്ച് വെച്ചിരുന്ന മറ്റൊരാൾ തട്ടിയെടുക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഞാൻ പ്രതികരിക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് വിക്രത്തിനടുത്ത് ചോദിക്കുകയാണ്, നിനക്കാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ നീ എന്ത് ചെയ്യും എന്ന് പറയാം. അപ്പോൾ വിക്രം പറയും, ഞാൻ നല്ലത് രണ്ടിട്ട് കൊടുക്കും. രാധ പറയും, ഞാനും അതൊക്കെ തന്നെ ചെയ്യുന്നതെന്ന്. ഇനി വേദ നിന്നെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞ് നിനക്ക് അവളോട് സ്നേഹമൊന്നും തോന്നണ്ട, ഞാൻ എന്തെങ്കിലും കാണണം, നീ അവളെ സ്നേഹിക്കുക എന്തെങ്കിലും ചെയ്യുന്നേ, ഞാൻ പെട്രോൾ എടുത്ത് നിൻ്റെ മുഖത്തൊഴിക്കും, നിങ്ങൾ ആണുങ്ങൾക്ക് മാത്രമല്ല പെട്രോൾ ഒഴിക്കാൻ കഴിയുന്നത്, എനിക്കും കഴിയും എന്ന് പറയും. പെട്രോളടിച്ച് കൊന്നാലും നിന്നെ ഞാൻ കളയത്തൊന്നുമില്ല, നിന്നെ പൊന്നുപോലെ ഞാൻ നോക്കുമെന്ന് രാധ പറയുന്നു. ഇത് കഴിഞ്ഞ് ദേഷ്യത്തോടെ രാധ വണ്ടിയെടുത്ത് പോവുകയാണ്. ഇത് കഴിഞ്ഞ് വിക്രത്തെ ശ്രീനിവാസ സാറ് വിളിക്കുകയാണ്. നീ എവിടെയാണെന്ന് ചോദിക്കും. ഞാൻ ഇവിടെ ഉണ്ട്, എന്താ അത്യാവശ്യമായിട്ട് നിന്നെ കാണണമെന്ന് പറയും. അങ്ങനെ വിക്രം ശ്രീനിവാസ സാറിനെ കാണാൻ പോവുകയാണ്. ഇത് കഴിഞ്ഞ് വേദ വിക്രവുമായിട്ടുള്ള താലികെട്ടിയ രംഗങ്ങളുമെല്ലാം ആലോചിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്ദിനി അതിലേക്കൂടി വരികയാണ്. നന്ദിനി വന്നിട്ട് ചോദിക്കും, ഈ പെണ്ണിന് എന്താ വട്ടായോ എന്ന് ഇനി ചുമ്മാ നിന്ന് ചിരിക്കണമെന്ന് ആലോചിച്ച്. അപ്പം നന്ദിനിയെ കാണുമ്പോൾ വേദ, എന്താ ചേച്ചി എന്നെ നോക്കി നിൽക്കുന്ന എന്ന് ചോദിക്കും. ഒന്നുമില്ല എന്ന് പറയും. ഇല്ല, എന്താ ചേച്ചിക്ക് എൻ്റെ അടുത്ത് മാത്രം ഇത്ര ദേഷ്യം, ഞാൻ ചേച്ചി എന്ത് ചെയ്യും, നമ്മളിവിടേക്ക് കയറി വന്ന പെൺപിള്ളേരല്ലേ എന്ന് പറയും. അതുപോലെയുള്ള സ്ഥാനം തന്നെയല്ലോ എനിക്കും ഉള്ളത് എന്ന് പറയുമ്പോൾ നന്ദിനി ചോദിക്കുകയാണ്, നീ ഇപ്പോൾ ഇവിടെ സ്ഥാനങ്ങളും കണക്കുകളും പറയാനാണോ ഇവിടെ വന്നതെന്ന്, ഞാനിത് നിന്നെ ഇവിടെ അതിനെ ആരും അംഗീകരിച്ചിട്ടില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട്, നമ്മളെല്ലാം വന്ന് കയറിയ പെണ്ണുങ്ങളല്ലേ എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി പറയാൻ, നീ ഇപ്പോൾ ചേരി തിരിക്കാൻ ശ്രമിക്കുകയാണോ എന്ന് നന്ദിനിയോട് ചോദിക്കുമ്പോൾ വേദ പറയുന്നത്, എന്തിനാ ചേച്ചി ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കണം, എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക ചേച്ചി എന്ന് പറയും. എന്നിട്ട് വേദ പറയും, നമ്മൾ ഒത്തൊരുമിച്ച് സന്തോഷമായിട്ടല്ലേ ചേച്ചി ജീവിക്കാനുള്ളത് ഇവിടെ എന്ന് പറയും. അപ്പോൾ വേദ എന്നിട്ട് നന്ദിനിയോട് പറയും, എനിക്കിതിനകത്തിരുന്ന് ബോറടിക്കുന്ന ചേച്ചി, എന്നെ പുറത്തൊക്കെ ഒന്ന് കൊണ്ട് ചുറ്റിക്കറങ്ങി കാണിച്ചു തരുമോ എന്ന് നന്ദിനിയോട് വേദ ചോദിക്കുന്നു. നിന്നെ എനിക്ക് ചുറ്റിക്കാണിക്കുന്നല്ലേ ജോലി, എനിക്ക് വേറെ പണിയൊന്നുമില്ല, ഒന്ന് പോടി പെണ്ണേ എന്ന് പറഞ്ഞിട്ട് നന്ദിനി പറയും. വേദ പറയണം, അപ്പോൾ ഞാൻ എൻ്റെ റൂമിലേക്ക് പോകാം, നിൻ്റെ റൂം നിനക്കേതാ റൂം എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ വേദ
വേദ പറയാണ്, വിക്രത്തിൻ്റെ റൂം ഇനി അത് എൻ്റെ റൂമല്ലേ എന്ന് പറഞ്ഞിട്ട് വേദ വിക്രത്തിൻ്റെ റൂമിലേക്ക് പോയി വിക്രത്തിൻ്റെ കിട്ടിയ ഓരോ ട്രോഫികളും നോക്കുകയാണ്. അങ്ങനെ നോക്കി വേദ അന്തിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് തീരുമ്പോൾ വിക്രത്തിൻ്റെ ഒരു പെട്ടി എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് സർട്ടിഫിക്കറ്റുകളും എല്ലാം കാണുന്നു. അപ്പോൾ വേദ മനസ്സിൽ ഓർക്കുന്നു, ഇത്രയും സമ്മാനമെല്ലാം കിട്ടിയ നല്ല കുട്ടിക്കുള്ള സമ്മാനങ്ങളും കിട്ടിയിരിക്കുന്നു. അപ്പോൾ വിക്രത്തിന് നല്ല പഠിത്തവും വിവരവും എല്ലാം ഉണ്ടല്ലോ, ഇവൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വേദ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് തീരുമ്പോൾ വിക്രം ശ്രീനിവാസ സാറ് വിളിച്ച് അങ്ങനെ പോവുകയാണ്. അപ്പോൾ അവിടെ വെച്ച് ശ്രീനിവാസ സാർ വിക്രത്തിൻ്റെ അടുത്തോട്ട് പറയുകയാണ്, പാർട്ടിയിൽ ഇങ്ങനെ നിൻ്റെ വിവാഹ കാര്യങ്ങളെക്കുറിച്ച് പ്രശ്നങ്ങൾ സംഭവിച്ചു. അപ്പോൾ ഞാനാണ് പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും പ്രണയത്തിലായിരുന്നു, അതുകൊണ്ട് അവർ വിവാഹം ചെയ്തു എന്ന്. അല്ലാതെ ഒരു രീതിയിലും എനിക്ക് വേറെ രീതി പറയാൻ പറ്റത്തില്ല, ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. പാർട്ടിയല്ലേ, അല്ലെങ്കിൽ നമ്മളെ അത് പാർട്ടിയെ ബാധിക്കും. അതുകൊണ്ട് നീ താലി കെട്ടി കൊണ്ടുവന്നു എന്നാണ് ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നീ നാട്ടിലിപ്പോൾ നല്ലൊരു ഹീറോ ആയിട്ടാണ് മാറിയിരിക്കുന്നത് എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ വിക്രം തലകുനിച്ച് മിണ്ടാതെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ശ്രീനിവാസ സാറ് വിക്രത്തിൻ്റെ അടുത്ത് പറയുകയാണ്, കുറച്ച് കാര്യം നമ്മൾ പാർട്ടിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോൾ വിക്രം അതെല്ലാം കേട്ട് സമ്മതിച്ച് മൂളി നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞിരിക്കും നമ്മുടെ ശ്രീ ആണെങ്കിൽ വീട്ടിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കി ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് വേദ പറഞ്ഞതും വേദ ഇങ്ങനെ കോടതി പറഞ്ഞ കാര്യങ്ങളെല്ലാം. എന്നിട്ട് വിക്രത്തിൻ്റെ കൂടെ അവൾ പോയതും എല്ലാം ആലോചിച്ചുകൊണ്ട് ശ്രീ അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ശ്രീയുടെ ഭാര്യ വന്നിട്ട് ചോദിക്കുക, എന്താ നിങ്ങൾ സങ്കടത്തിൽ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും, എന്നാലും വേദ നമ്മുടെ അടുത്ത് നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ട് അവൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നത്, അവൾക്ക് എന്നാലും അച്ഛനും അമ്മയും എന്നുള്ള ഒരു സ്നേഹം ഇല്ലാണ്ട് ആയി പോയല്ലോ, അവളെ നമ്മൾ നല്ലതിന് വേണ്ടിയല്ലേ ചെയ്തത്, എന്നിട്ട് അവൾ നമ്മളെ ശത്രുക്കളെ പോലെയല്ലേ കാണുന്നു എന്നിങ്ങനെ ഓരോന്നും പറഞ്ഞു. അച്ഛനും അവൾക്ക് എന്ത് തെറ്റാണോ ചെയ്തതെന്ന് ശ്രീകാന്ത് ഇങ്ങനെ പറയുമ്പോൾ വർഷ പറയും, അപ്പോൾ എൻ്റെ വീട്ടുകാരെ നാണം കെടുന്നതിൽ കുഴപ്പമില്ല, അച്ഛനാണെങ്കിൽ അവളെ ജീവന് തുല്യം സ്നേഹിക്കുന്നു, എന്നിട്ടും അവൾ നമ്മളെല്ലാം നാണം കെടുത്തിയില്ലേ എന്ന് പറഞ്ഞ് ഇത്രയും ഭാഗം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.